ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 ദ ഹീലിംഗ് ടച്ച് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. You have read the story Salt in his shoes, haven't you? എന്താണ് നമ്മൾ വായിച്ച സ്റ്റോറിയാണ് ഇത്, Salt in his shoes. Now let's play a game. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗെയിം കളിക്കാം. Read the instruction carefully. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. One of you may sit in the hot seat taking the role of any famous sports star. അപ്പോൾ എന്താണ്, ഒരാൾ എന്ത് ചെയ്യണം, ഹോട്ട് സീറ്റിലിരിക്കണം. അതിലെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് സ്റ്റാറിൻ്റെ റോൾ എടുത്തിട്ട് വേണം ഇരിക്കാനായിട്ട്. Your friends will ask you some questions. You may answer them appropriately. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. റിപ്പീറ്റ് ദ ഗെയിം ചേഞ്ചിങ് ദ റോൾസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഈ ഗെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനത്തെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെ ആൻസർ പറയേണ്ടതെന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മെസ്സിയും ഇൻ്റർവ്യൂവറുമായിട്ട്, അതായത് ഹോട്ട് സീറ്റിൽ ഇപ്പോൾ ഉള്ളത് മെസ്സി ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഹായ് മെസ്സി എന്ന് പറയുന്നുണ്ട്. വെൻ ഡിഡ് യു സ്റ്റാർട്ട് പ്ലേയിങ് സോക്കർ? എപ്പോഴാണ് നിങ്ങൾ സോക്കർ കളിക്കാൻ തുടങ്ങിയത്? സോക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഫുട്ബോൾ. അപ്പോൾ മെസ്സി പറയുന്നുണ്ട്, ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് വെൻ ഐ വാസ് 5 years old. എനിക്കൊരു 5 വയസ്സായപ്പോഴാണ് ഞാൻ കളിക്കാനായിട്ട് തുടങ്ങിയത്. ദെൻ ഇൻ്റർവ്യൂവർ, വാട്ട്സ് യുവർ ഫേവറേറ്റ് പാർട്ട് അബൌട്ട് സോക്കർ? അപ്പോൾ ഫുട്ബോളിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് എന്താണ്? അപ്പോൾ മെസ്സി പറയുകയാണ്, ഐ ലവ് സ്കോറിങ് ഗോൾസ് ആൻഡ് ഹെൽപ്പിംഗ് മൈ ടീം വിൻ. എനിക്ക് സ്കോർ എടുക്കാൻ ഇഷ്ടമാണ്, ഗോൾസ് എടുക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ എൻ്റെ ടീമിനെ വിജയിപ്പിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇൻ്റർവ്യൂവർ, ഡു യു ഗെറ്റ് നെർവസ് ബിഫോർ എ ബിഗ് ഗെയിം? അപ്പോൾ ഇങ്ങനെ ബിഗ് ഗെയിം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച് നെർവസ് ആവാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മെസ്സി പറയാണ്, യെസ് സംടൈംസ് ആണ്. എന്താണ്, ഉണ്ടാവാറുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഐ ഫോക്കസ് ഓൺ പ്ലേയിങ് വെൽ ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ സ്റ്റേ കാം. എന്താണ്, പക്ഷെ ഞാൻ നന്നായി കളിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഞാൻ അതിന് ഫോക്കസ് ചെയ്യും. അപ്പോൾ അതെന്നെ കാമാക്കും എന്ന് പറയാണ്. ദെൻ ഇൻ്റർവ്യൂവർ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീംമേറ്റ്? അപ്പോൾ ആരാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീംമേറ്റ് എന്ന് പറയാണ്. ഐ ഹാവ് ഹാഡ് മെനി ഗ്രേറ്റ് ടീംമേറ്റ്സ്. അപ്പോൾ എന്താണ്, എനിക്ക് ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ടീംമേറ്റ്സ് ഉണ്ട്. ബട്ട് നെയ്മർ ആൻഡ് സോറസ് ആർ വെരി സ്പെഷ്യൽ ടു മീ. അപ്പോൾ നെയ്മറും സോറസും ഒക്കെ എന്താണ്, എനിക്ക് നല്ല സ്പെഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി മെസ്സിക്ക് പകരം സച്ചിൻ ടെണ്ടുൽക്കറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, മറ്റാൾ ആൻസർ പറയുക. അപ്പോൾ അങ്ങനെ വേണം ഈ ഗെയിം കളിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Activity 2. You have listened to the story. Now sit in 2 groups. Your teacher will read the first part of a sentence. You may add the remaining part as quick as you can. If the first group fails, the chance will pass to the second group. അപ്പോൾ എന്താണ്, അടുത്തതും ഒരു ഗെയിം കളിക്കേണ്ടതാണ്. കൂട്ടുകാർക്ക് കളിക്കാനുള്ള ഒരു ഗെയിമാണ്. എന്താണ്, 2 ഗ്രൂപ്പായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ടീച്ചർ എന്ത് ചെയ്യും, ഈ സ്റ്റോറിയിലെ ഏതെങ്കിലും സെൻറ്റൻസ് വായിക്കും. അപ്പോൾ റിമൈനിങ് പാർട്ട്, ആ സ്റ്റോറീൻ്റെ ബാക്കി സെൻറ്റൻസസ് കൂട്ടുകാർ പറയണം. അപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, ഔട്ടായിട്ട് ഫെയിലായിട്ട് മറ്റേ ഗ്രൂപ്പിന് ചാൻസ് പോകും. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്, കൂട്ടുകാർ കളിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Activity 3. Complete the word web using words from the movement made in basket game. അപ്പോൾ ബാസ്ക്കറ്റ് ഗെയിമിൽ ഒരുപാട് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ബാക്കി മൂവ്മെൻറ്റ്സും കൂടെ എഴുതിയിട്ട് ഈ വേർഡ് വെബ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ സെൻറ്ററിൽ ബാസ്ക്കറ്റ് ബോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അവർ ബൗൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് ബാസ്ക്കറ്റ് ബോളിലുള്ളത്? നമുക്ക് ഇനി ഡിഫെൻഡ് എഴുതാം, റൺ എഴുതാം, ബ്ലോക്ക് എഴുതാം, ഷൂട്ട് എഴുതാം, പാസ് എഴുതാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ബാസ്ക്കറ്റ് ബോളിലുള്ള ഓരോ മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
Then next activity 4 ആണ് write a few sentences about Michael. You can use the words in the word cloud. അപ്പോൾ എന്താണ് മൈക്കലിനെ കുറിച്ച് കുറച്ച് ഫ്യൂ വേർഡ്സ് എഴുതാം. ഇതിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയുണ്ട്? USA, born, worked, become, he, Michael Jordan, in, hard, was, player, basketball, a famous, a lot, helped, he, mother, him, his. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മൈക്കലിനെ കുറിച്ചിട്ടൊരു ഫ്യൂ സെൻറ്റൻസസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്. മൈക്കൽ ജോർദാൻ വാസ് എ ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അപ്പോൾ ഇതുപോലെ നമ്മൾ എഴുതണം. അപ്പോൾ അടുത്ത പോയിൻ്റ് നമുക്ക് എന്ത് എഴുതാം? മൈക്കൽ ജോർദാൻ വാസ് ബോൺ ഓൺ USA. ഈ നെക്സ്റ്റ് പോയിൻ്റ് എന്ത് എഴുതാൻ പറ്റും? ഹി ഹെൽപ്ഡ് ഹിസ് ടീം ടു വിൻ ദ ഗെയിം. ഹിസ് മദർ ഹെൽപ്ഡ് അ ലോട്ട് ഹിം ടു ബിക്കം എ ഗുഡ് പ്ലെയർ. ഹി വർക്ക്ഡ് ഹാർഡ്. ഹി വാസ് എ ടാലൻറ്റഡ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അയാളെ കുറിച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 5 റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. എന്താണ്? താഴെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട്. ഹി വാസ് നോട്ട് സോ ടോൾ ആസ് മാർക്ക്. അപ്പോൾ എന്താണ് ഇവിടെ ടോൾ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തയിലാണെങ്കിലോ ഹിസ് ഫാദർ ടോൾഡ് ഹിം ബീങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ ബട്ട് നോട്ട് സോ മച്ച് ആസ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. അപ്പോൾ ഇവിടെ എന്താ? ടോള്, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ ഇതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ്. You may note the words underlined. There are about the appearance of Michael and Mark. അപ്പോൾ മാർക്കിൻ്റെയും മൈക്കലിൻ്റെയും അപ്പിയറൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. Now look at the pictures given below and complete the following sentences. അപ്പോൾ താഴെ കുറച്ച് പിക്ചറും സെൻറ്റൻസസും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. I am a mango tree. I am dash than the jackfruit tree. I am എന്താണ്? സ്മോളർ ആണ്, ചെറുതാണ്. സ്മോളർ than the jackfruit tree. I am the dash among the 3 trees. I am the അവിടെ എന്താ പറയുക? I am the smallest among the 3 trees. ഓക്കെ, ഇനി അടുത്തത് I am a jackfruit tree. I am taller than the mango tree. ഇനി അടുത്തത് coconut tree ആണ്. I am a coconut tree. I am taller than the jackfruit tree. എന്താണ്? ഞാൻ jackfruit treeനേക്കാൾ ടോളറാണ്. I am the tallest among the 3 trees. അപ്പോൾ 3 ട്രീസ് ഇനിയും കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ടോളസ്റ്റ്, സ്മോളസ്റ്റ് യൂസ് ചെയ്യും. ഒന്നിനാകുമ്പോൾ എന്താണ്? ഐ ആം സ്മോളർ അല്ലെങ്കിൽ ഐ ആം ടോളർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ്. ആൽഫ റോട്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഷീ സോ ഇൻ എ ഗാർഡൻ. അപ്പോൾ ഒരു ഗാർഡനിൽ ആൽഫ എന്താണോ കണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതി. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് ഫിൽ ചെയ്യണം. There were 3 rose flowers in the garden. One flower was എന്താണ്? ബിഗ്. അവിടെ എന്താ? 1 flower ഒരു ഫ്ലവർ ആണ്. അപ്പോൾ അവിടെ എന്താ കൊടുക്കുക? bigger than the other 2. It was the dash flower among the 3. അപ്പോൾ 3 എണ്ണത്തിലും ഇത് എന്താണ്? അപ്പോൾ എന്താ? ബിഗിൻ്റെ എന്താ കൊടുക്കുക? biggest. It was the biggest flower among the 3. A bee flew to the biggest flower and drank its nectar. Then it approached the second flower. The nectar of the flower was sweeter than that of the first flower. The bee then flew to the third flower. The nectar of the third flower was the sweetest of all. അപ്പോൾ എല്ലാത്തിൻ്റെയും കുറേ എണ്ണം പറയുമ്പോൾ സ്വീറ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ പറയുമ്പോൾ ബിഗ്ഗർ, സ്വീറ്റർ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7.
ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 6-7 ആണ്. മൈക്കിൾസ് ടീം വോൺ ദ ഗെയിം, ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ എന്താണ്, മൈക്കിളിൻ്റെ ടീം ജയിച്ചു, അവന് വളരെയധികം സന്തോഷമായി. ഹി റോട്ട് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. എന്നിട്ട് എന്താണ്, ഡയറിയിൽ മൈക്കിളിൻ്റെ ഫീലിങ്സും ആ ദിവസത്തിനെ കുറിച്ചിട്ടൊക്കെ എഴുതി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി. അപ്പോൾ എന്തായിരിക്കും മൈക്കിളിൻ്റെ ഡയറി എൻട്രി നമുക്ക് നോക്കാം. നമ്മൾ ഡയറി എഴുതുമ്പോൾ കൂട്ടുകാരെ ഒരു ബോക്സിൽ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ബോക്സിൽ എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം. ഡേ വേണമെങ്കിൽ ഡേയും എഴുതുക, ഡേറ്റ് നിർബന്ധമായിട്ടും എഴുതണം. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡിയർ ഡയറി, എന്താണ് ഡയറിക്ക് ഒരു ലെറ്റർ പോലെ ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഒന്നും കൂടി ഇംപ്രഷൻ കൂടും. അപ്പോൾ അങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ബിക്കോസ് മൈ ടീം വോൺ ദ ഗെയിം. അപ്പോൾ ഇന്ന് എന്താണ്, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം എൻ്റെ ടീം ജയിച്ചു. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. അപ്പോൾ എന്താണ്, എനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ ഹാപ്പിയുമായി അതുപോലെ പ്രൗഡുമായി. ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഐ ഈവൻ സ്കോർഡ് പോയിൻറ്റ്സ്. അപ്പോൾ എന്താണ്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു, ഞാൻ അതുപോലെ പോയിൻറ്റ്സും നേടി. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വർ ദേർ ആൻഡ് ദേ ചിയർഡ് ഫോർ മീ. അപ്പോൾ അവരൊക്കെ, എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ എന്താണ്, ചിയർ ചെയ്തു. ഇറ്റ് ഫെൽറ്റ് അമേസിങ് ടു ഹിയർ ദം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു പ്ലേ അഗെയിൻ. എന്താണ്, എനിക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇനി അടുത്ത കളി വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. ഐ ഹോപ്പ് വി ക്യാൻ വിൻ മോർ ഗെയിംസ് ടുഗെദർ ആസ് എ ടീം. അപ്പോൾ എന്താണ്, ഒരു ടീമായിട്ട് ഇനിയും ഒരുപാട് ഗെയിം ജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയറി അങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ഡയറി എഴുതാനായിട്ട്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. വിപിൻ റോട്ട് എ ലെറ്റർ ടു മൈക്കിൾ. ഹിയർ ഈസ് ദ ലെറ്റർ, റീഡ് ഇറ്റ്. അപ്പോൾ എന്താണ്, വിപിന് മൈക്കിളിനൊരു ലെറ്റർ എഴുതി. അപ്പോൾ ആ ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എറണാകുളം, കേരള, 23 March 2024. അപ്പോൾ ആദ്യം അതിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതി. ഡിയർ മൈക്കിളിനെ ഡിയർ മൈക്കിൾ എന്ന് പറഞ്ഞിട്ട്, ഹോപ്പ് യു ആർ ഫൈൻ. എനിക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. I am writing this letter to congratulate you on the hard work and dedication you have put into become a great basketball player. അപ്പോൾ എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത്, നിൻ്റെ എഫേർട്ടിനും നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ എഫേർട്ടിനും ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും ഒക്കെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. യുവർ ടാലൻറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ വിൽ ഓൾവേസ് ഇൻസ്പയർ അസ്. അപ്പം നിൻ്റെ ടാലൻറ്റും അതുപോലെ ഡിറ്റർമിനേഷനും ഒക്കെ ഞങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. The path you have chosen is not an easy one. അപ്പോൾ നീ ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് ഒരു ഈസി പാത്ത് അല്ല. ബാസ്കറ്റ് ബോൾ റിക്വയർസ് ഇമ്മൻസ് പ്രാക്ടീസ്, ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ്. യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്. അപ്പോൾ എന്താണ്, ഒരു ഈസി പാത്തല്ല നീ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വേണം, നല്ല പ്രാക്ടീസ് വേണം, അതുപോലെ ഡിസിപ്ലിനും സാക്രിഫൈസും എല്ലാം വേണം. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെ നിനക്കുണ്ട്. യുവർ സ്റ്റോറി ഈസ് ട്രൂലി ഇൻസ്പയറിങ്. താങ്ക് യു സിൻസിയർലി നെയിം. അപ്പോൾ എന്താണ്, ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആണ് നിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്, ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, കാരണം ഇതുപോലെ ക്വസ്റ്റ്യൻ ഇപ്പോൾ മൈക്കിളിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് കൂട്ടുകാരോട് ലെറ്റർ എഴുതാനൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആൻസർ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇമാജിൻ ദാറ്റ് യങ് മൈക്കിൾ റൈറ്റ്സ് എ റിപ്ലൈ, ഹൗ വുഡ് ഹി റിപ്ലൈ. അപ്പോൾ ഈ ലെറ്ററിന് മൈക്കിൾ എന്തായിരിക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ റിപ്ലൈ ലെറ്ററാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആ ലെറ്റർ എഴുതാം. അപ്പോൾ ലെറ്ററിൽ എന്താ, ഒരു സ്ഥലവും ഡേറ്റും ഒക്കെ കൊടുക്കുക. ഡിയർ അരുൺ എന്ന് വെച്ചിട്ടാണ്, അരുൺ എന്നാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് നമ്മളെടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ്സ്. ഓഫ് കോഴ്സ് ആസ് യു സെഡ് ബാസ്കറ്റ്ബോൾ ഈസ് നോട്ട് ആൻ ഈസി ഗെയിം. അപ്പോൾ എന്താണ്, അപ്പോൾ ആദ്യം എന്താണ്, കോംപ്ലിമെൻറ്റ് ചെയ്തതിന് നന്ദി പറയാണ്. എന്നിട്ട് പറയാണ്, നീ പറഞ്ഞ പോലെ എന്താണ്,
നിങ്ങൾ പറഞ്ഞ പോലെ ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നുമല്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ഡെറ്റർമിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ദാറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു ഗെറ്റ് ടു വേർ ഐ ആം ടുഡേ. അപ്പോൾ എന്താണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ്റെ ഡിറ്റർമിനേഷനും അതുപോലെ പ്രാക്ടീസുമാണ് ഞാനിപ്പോൾ ഈ നിലയിലെത്താൻ കാരണം. ഇറ്റ് വാസ് മൈ ഫാദർ ആൻഡ് മദർ ഹു ഹെൽപ്ഡ് മീ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണ് ഇതിനു വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചത്. They have worked hard to make me what I am today. അപ്പോൾ എന്താണ്, ഞാൻ ഇന്ന് കാണുന്ന എന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് if you have a goal in your life you also have to work hard to achieve it. എന്നിട്ട് കൂട്ടുകാരനോട് പറയാണ്, നിനക്കും ഇതുപോലെ എന്തെങ്കിലും ഗോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നൺ ഓഫ് our wishes are fulfilled immediately. അപ്പോൾ നമ്മുടെ ഒരു വിഷും പെട്ടെന്ന് അങ്ങനെ നടക്കണമെന്നില്ല. we can achieve it only with our continuous practice and hard work. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസും ഹാർഡ് വർക്കും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. Only such people can succeed in life. Concluding my letter with thanking you once again for the compliment. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഞാൻ നന്ദി പറഞ്ഞിട്ട് എൻ്റെ ലെറ്റർ ഞാൻ അവസാനിക്കുകയാണ്. യുവേഴ്സ് ലവിങ്ലി മൈക്കിൾ. അപ്പോൾ ഈ യുവേഴ്സ് ലവിങ്ലി മൈക്കിൾ എന്ന് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഈ കൊച്ചിൻ ഡേറ്റൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വേണമെങ്കിൽ നമുക്ക് ഏത് സൈഡിലും വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി 9 ആണ്. എന്താണ്, ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. രാജീന്ദർ സിംഗ് റഹേലോൻ്റെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. രാജീന്ദർ സിംഗ് റഹേലോ വാസ് ബോൺ ഓൺ 22 July 1973 at Mahsampur in Punjab. Rahelo contracted polio when he was 8 months old. Since then, he was not able to walk, but this physical challenge did not defeat him. He started his career by lifting a weight of 75 kg. Rigorous training and motivation made him strong enough to lift a weight of 115 kg in 6 months. He continued to practice. He created history when he won the silver medal in powerlifting at the Commonwealth Games in 2014. അപ്പോൾ രാജേന്ദർ സിംഗ് റാഹേലുവിൻ്റെ ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, പോളിയോ ബാധിച്ചിട്ട് നടക്കാൻ പറ്റിയില്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും ഒക്കെ കാരണം 75 kg ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പിന്നെയും കണ്ടിന്യൂസ് ആയി ലിഫ്റ്റ് ചെയ്തിട്ട് സിൽവർ മെഡലൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ രാജേന്ദർ സിംഗ് റാഹേലോൻ്റെ ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ റീഡ് ദ പ്രൊഫൈൽ ഗിവൺ എബവ് ആൻഡ് ഫിൽ ദ ഡീറ്റെയിൽസ് ബിലോ. അപ്പോൾ ബർത്ത് എന്താണ്, 22 July 1973 അറ്റ് മെഹ്സാംപൂർ പഞ്ചാബ്. അപ്പോൾ ഇനി കരിയർ, അതിൽ തന്നിരിക്കുന്ന കരിയർ എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. എന്താണ്, സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ഓഫ് 75 kg. ഹി ലിഫ്റ്റഡ് എ വെയ്റ്റ് ഓഫ് 150 kg in 6 months. ഓക്കെ, ഇനി അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, ഹി വോൺ എ സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് എ കോമൺവെൽത്ത് ഗെയിംസ് ഇൻ 2014. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ തന്നിട്ട് അതിലത്തെ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 10 ആണ്. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹർ പ്രൊഫൈൽ. അപ്പോൾ എന്താണ്, അരുണിമ സിൻഹയുടെ ഒരു എന്താണ് അതിൻ്റെ ഇങ്ങനെ ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹിൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഹിൻസ് നമുക്ക് വായിച്ച് നോക്കാം. പ്ലേസ് ഓഫ് ബർത്ത് അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. ഡേറ്റ് ഓഫ് ബർത്ത്
20 July 1989. പാരൻസ് ഫാദർ ഇന്ത്യൻ ആർമി ഓഫീഷ്യൽ, അതുപോലെ മദർ സൂപ്പർവൈസർ ഇൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും. ഇനി അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വുമൻ അംപ്യൂട്ട് ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്, ആ വോളിബോൾ പ്ലെയർ ഓൺ ദി ഇന്ത്യൻ ടീം 7 times. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഹിൻസൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അരുണിമ സിൻഹ വാസ് ബോൺ ഓൺ 20 July 1989 in Ambedkar Nagar near Lucknow, Uttar Pradesh. Her father worked in the Indian Army and her mother was a health supervisor. After losing her leg in an accident, Arunima showed great courage. She became the first woman amputee to climb Mount Everest. She was also a skilled volleyball player and represented India 7 times. Arunima's story inspires people everywhere with her strength and determination. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഫൈൽ, അരുണിമ സിൻഹയുടെ പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.